എവരിവൺ. ഇത് നമുക്ക് കുറച്ച് പാഷൻ ഫ്രൂട്ടാണ് കിട്ടിയത്. പാഷൻ ഫ്രൂട്ടോ അതറിയില്ല, എന്തായാലും കിട്ടിയിട്ടുണ്ട്. കിട്ടിയപ്പോൾ വിചാരിച്ച് നമുക്ക് ജ്യൂസ് അടിച്ച് നോക്കാമെന്ന്. അപ്പം നോക്കാം ഇത് എങ്ങനെ നമുക്ക് ജ്യൂസ് അടിക്കാമെന്ന്. ഇതിനാവശ്യമായിട്ട് കുറച്ച് സാധനങ്ങൾ മതി, നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന. ഇതാണ് നമുക്ക് ആവശ്യമുള്ള ചേരുവകൾ: പഞ്ചസാര, ഒരു കുഞ്ഞു മുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഇച്ചിരി ഉപ്പ്. ഈ പഞ്ചസാരയും ഉപ്പും നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മതി. ഓക്കെ, നമ്മൾ അതിനെ ഓരോ പാഷൻ ഫ്രൂട്ടും ഇളക്കി ഇതിനകത്തോട്ട് ഇടുക. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ജെല്ലിയും ആ സീഡും മാത്രം ഇടുക. അതിനകത്ത് ആ വൈറ്റ് പോർഷൻ ഇടാതിരിക്കുക, അത് എടുത്ത് മാറ്റേണ്ടതാണ്. ഓക്കെ, നമ്മൾ ആ പാഷൻ ഫ്രൂട്ടിന് അതിനകത്തുള്ള ഫ്രൂട്ടും അതിൻ്റെ സീഡും പൾപ്പും എല്ലാം നമ്മൾ ഇതിനകത്തോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു ഇച്ചിരി ഇഞ്ചി ആവശ്യത്തിന്, ഉപ്പ്. ഇതെല്ലാം ടേസ്റ്റ് അനുസരിച്ചാണ് കേട്ടോ, ഇതിനൊന്നും കണക്കില്ല. എല്ലാം ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു അല്പം വെള്ളമാണ്. അത് അരയാനുള്ളൊരു വെള്ളം. ഓക്കെ, അപ്പം അരച്ചിട്ട് വരാമേ. ഓക്കെ, നമ്മളത് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഒരുപാട് അടിക്കരുത്, ഓഫ് ചെയ്ത് വേണം നമ്മളത് അരച്ചെടുക്കാനായിട്ട്. ഇനി വേണ്ടത് നമ്മളത് അരിച്ചെടുക്കണം. നമ്മുടെ പാഷൻ ഫ്രൂട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള ജ്യൂസാണ്. ഇതിനകത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളവും പഞ്ചസാരയും ഇട്ട് എത്ര ഗ്ലാസ് വേണോ അത്രയും ഗ്ലാസ്സിൽ നമുക്കത് ഡൈല്യൂട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. നമ്മൾ വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മോക്ടെയിൽ ഫീൽ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമുക്കിത് സോഡ ഒഴിച്ച് കുടിക്കാവുന്നതാണ്. വെള്ളത്തിന് പകരം നമ്മൾ സോഡ ഒഴിക്കണമെന്നേ ഉള്ളൂ. നമുക്കിനി അത് സെർവ് ചെയ്യാം. നമുക്കൊരു ഇച്ചിരി സീഡ് പാഷൻ ഫ്രൂട്ട് ഗാർണിഷിന് വേണ്ടിയായിട്ട് മുകളിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. നല്ല ഫ്രഷ് ആയിട്ട് പിച്ചെടുത്ത് പുതിനയില ഇട്ട് നമുക്ക് നല്ല സൂപ്പറായിട്ട് ഗാർണിഷ് ചെയ്ത നല്ല റിഫ്രഷിങ് ആയിട്ടുള്ള ജ്യൂസാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് പറയേണ്ടതാണ് കേട്ടോ. നല്ല സൂപ്പറാണ്.